അമ്മാതിരി ആറ്റം ബോംബാണ് ഇറക്കി വെച്ചേക്കുന്നത്. ഒരു രക്ഷയില്ല. പടം നിന്ന് കത്തണ്. മമ്മൂട്ടിയുടെ ഏറ്റവും ലാസ്റ്റത്തെ ക്ലൈമാക്സിലെ പെർഫോമൻസ്, അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഡ്രസ്സിംഗ് ഒക്കെ ഒന്നും പറയാനില്ല. നമ്മളെ യൂത്തന്മാരെ മാറി നോർത്താലേ പറ്റുള്ളൂ, നിന്നാലേ പറ്റുള്ളൂ. അമ്മാതിരി BGM സാധനം എടുത്ത് വെച്ചേക്കണം. വേറെ ലെവല് പടം. ക്ലൈമാക്സ് ആയാലും ഒന്നും പറയാൻ എന്നാ പടം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മാസി ബസൂക്ക എന്ന് പറഞ്ഞ ഒരു ലെവൽ പടം. ഇവിടെ മമ്മൂക്കയുടെ ഈ ഒരു രീതിയിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്നെ ആക്ടിങ് ഒരു രക്ഷയില്ല. മാസായാലും സ്വാഗായാലും എല്ലാ സ്റ്റൈലും എന്റെ അമ്മേ ഇങ്ങനെ ഒരു പടം. ഫസ്റ്റ് ഹാഫില് നൈസ് ഒരു ക്ലൈമാക്സ്, സെക്കൻഡ് ഹാഫ് വന്ന് ഗ്രാഫ് അങ്ങ് പോവാണ്. ഭയങ്കര മാസി പടം. നമുക്കൊരു ക്ലൈമാക്സ് ഒക്കെ കണ്ട എന്റെ അമ്മ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. വിഷു തൂക്കി 100 കോടി മമ്മൂക്ക പൊളിച്ചടുക്കി. ഞാൻ ലാലേട്ട ഫാനാണ്, പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മമ്മൂക്ക ഭയങ്കര ആഗ്രഹിച്ച ഒരു 100 crore ഇവിടെ കേരളത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. വീട്ടിലെ ക്ലാസ് പടം, സൂപ്പർ ഡയറക്ഷൻ. മിക്കവാറും ന്യൂജൻ സിനിമകളുടെ മുമ്പിൽ ഇത് ഒന്നും ആവൂലെന്ന് കരുതി ഇറങ്ങിയത്. ഞാൻ ശരിക്കും മരണമാസം അല്ലെങ്കിൽ ആലപ്പുഴ ജിംഖാന കാണണമെന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ എനിക്കത് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇത് ഒരു പ്രതീക്ഷയില്ലാണ്ട് വന്നതാണ്. അതായത് മമ്മൂട്ടിയൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനെന്നുള്ളൊരു തോന്നലോട്. പക്ഷേ മമ്മൂട്ടി ഞെട്ടിച്ചു. ആഫ്റ്റർ ബ്രഹ്മയുഗം ഇത് മറ്റൊരു ബ്രഹ്മയുഗം, അഭിനയത്തിന്റെ മറ്റൊരു ബ്രഹ്മയുഗം. അതായത് നമുക്ക് തിയേറ്ററിലിരുന്ന് ഇന്റർവെല്ലിന് ശേഷമാണ് ഈ പടം കയറി കൊളുത്തുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട് അതിൽ. മമ്മൂട്ടി കാണിക്കുന്ന പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലോക സിനിമയിൽ ഇതുപോലെ പെർഫോം ചെയ്യാൻ ഒരു നടനില്ല. മാത്രമല്ല ഫസ്റ്റ് ടൈം